സമുദ്രനിരപ്പിന് താഴെ കൃഷി ഇറക്കി വിജയിച്ച കുട്ടനാട്ടിലെ കർഷകർ മറ്റൊരു വിസ്മയം കൂടി തീർത്തിരിക്കുകയാണ്. നെൽകൃഷി അസാധ്യമെന്ന് കരുതിയ തീരദേശത്ത് നെൽകൃഷി ഇറക്കിയിരിക്കുകയാണ് ഒരു ക്ഷേത്രം ഭരണസമിതി. വളവനാട് ദേവീക്ഷേത്രത്തിന്റെ മൈതാനത്താണ് കാഴ്ചയിൽ കൗതുകം നിറച്ച് നെൽകൃഷി വിളവെടുപ്പിനായി തയ്യാറെടുക്കുന്നത്. നെൽകൃഷിയുടെ പാരമ്പര്യ രീതികളെ വെല്ലുവിളിക്കുകയാണ് വളവനാട് ദേവീക്ഷേത്രത്തിലെ ദേവസ്വം കമ്മിറ്റി. പാടത്ത് ബണ്ട് കെട്ടി ജലസേചനം നടത്തി കൃഷി ഇറക്കുന്ന പാരമ്പര്യ രീതിയിൽ നിന്ന് കരപ്പുറത്തെ വെളുത്ത മണ്ണിൽ പ്രത്യേകമായ ജലസേചനമില്ലാതെ നെൽകൃഷി സാധ്യമെന്ന് വീണ്ടും തെളിയിക്കുകയാണിവർ. മാരാരിക്കുളം തെക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച ഉമാ നെൽവിത്താണ് 10-ാം ഉദയത്തിന് ശേഷം വിതച്ചത്. കക്കയിട്ട് മണ്ണ് പരുവപ്പെടുത്തിയ ശേഷമാണ് വിത്തെറിഞ്ഞത്. ക്ഷേത്രത്തിന് മുന്നിലും ക്ഷേത്രത്തിൻ്റെ തെക്കും വടക്കുമുള്ള മൈതാനങ്ങളിലുമായി 40 സെൻറ്റിലാണ് കൃഷി. 3 വർഷമായി ഇവിടെ കൃഷി ചെയ്തു വരുന്നു. കഴിഞ്ഞ തവണ കാഞ്ചന ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്തിരുന്നത്. ദേവസ്വം കമ്മിറ്റിക്കാരനായ മോഹൻദാസാണ് കൃഷിക്ക് മേൽനോട്ടം. ഉത്സവകാലങ്ങളിൽ തുള്ളിമറിച്ച് ഇടുന്ന ഈ അന്നം വലിച്ച് ഇടുന്ന തുള്ളുന്നൊരു സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ ഒരു കൃഷി ചെയ്യണമെന്ന് നമ്മുടെ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് നമ്മളിങ്ങനെ ഒരു കൃഷി ചെയ്ത് നോക്കിയത്. 2 വർഷക്കാലവും നമുക്ക് വിജയമായിരുന്നു. ഇത്തവണയും വിജയം തന്നെ ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷേത്ര മൈതാനത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ട് ഇക്കുറി ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണത്തിലുണ്ടായ അശാസ്ത്രീയതയാണ് വെള്ളമുയരാൻ കാരണമെന്ന് ദേവസ്വം കമ്മിറ്റി പറയുന്നു. ദേശീയപാതയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കുള്ള ആ അപാകത മൂലമാണ് ഇത്രയും വെള്ളം ഇവിടെ വരാനുള്ള കാര്യം. അതിന് പല നിവേദനങ്ങളും ക്ഷേത്രത്തിൻ്റെയും മറ്റ് നാട്ടുകാരുടെയും വകയായിട്ട് കൊടുത്തിട്ടുണ്ട്. യാതൊരുവിധ പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പാടത്തെ നെൽകൃഷി പോലെ കൂടുതൽ അളവിൽ ജലം കരകൃഷിക്ക് ആവശ്യമില്ല. സാധാരണയായി ലഭിക്കുന്ന മഴ തന്നെ കൃഷിയെ പരിപോഷിപ്പിക്കുമെന്നിരിക്കെ ക്ഷേത്ര മൈതാനത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ട് ഇക്കുറി കൃഷിയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് ദേവസ്വം ഭാരവാഹികൾ. എങ്കിലും പിന്നോട്ടില്ലാതെ ക്ഷേത്രകാര്യങ്ങൾക്കൊപ്പം 2 തവണകളിലായി വിജയിച്ച നെൽകൃഷി ഇക്കുറിയും തുടരുകയാണ് വളവനാട് ദേവീക്ഷേത്രത്തിലെ ദേവസ്വം കമ്മിറ്റി. അമൃത ന്യൂസ്, ആലപ്പുഴ.